Now see alternating current circuits. ഇപ്പോൾ എ സി സർക്യൂട്ട്സിൽ നീറ്റിന് ചോദിച്ച ഫുൾ ക്വസ്റ്റ്യൻസ്, അതിന് മുമ്പ് APMTക്ക് ചോദിച്ച ക്വസ്റ്റ്യൻസ് എല്ലാം ഇതിനകത്ത് ഡിസ്കസ് ചെയ്യും. ആക്ച്വലി ഇത് വളരെ സിമ്പിളാണ്. ഇതിനകത്ത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ടുള്ളൂ. ആകെ ഒന്നോ രണ്ടോ കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ്, എ സ്റ്റാൻഡേർഡ് ഫിലമെന്റ് ലാമ്പ് കൺസ്യൂംസ് 100 watts when connected to 200 volt AC main supply. The peak current through the bulb will be. അതിൽ ഈ ഫിലമെന്റ് ലാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെസിസ്റ്റീവ് സർക്യൂട്ടാണ്, റെസിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ പി പവർ ഈക്വൽ ടു VRMS IRMS cos phi എന്നാണ്. ഇപ്പോൾ എന്താണെന്നറിയോ, നമ്മൾ ഈ AC-യിൽ RMS വാല്യൂ ഉണ്ട്, ആവറേജ് വാല്യൂ ഉണ്ട്, അതുപോലെ തന്നെ പീക്ക് വാല്യൂ ഉണ്ട്. പക്ഷേ ഇതിൽ ഇഫക്റ്റീവ് വാല്യൂ പറഞ്ഞ RMS വാല്യൂ ആണ്. ഇപ്പോൾ ആൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് ഓഫ് 5 milliampere. അപ്പോൾ ആ 5 milliampere എന്ത് വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടില്ല. RMS ആണോ, ആവറേജ് ആണോ, അതോ പീക്ക് വാല്യൂ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ആൻ ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് ഓഫ് 220 volt. ആ 220 volt എന്ത് വാല്യൂ എന്ന് പറഞ്ഞില്ല. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇഫക്റ്റീവ് വാല്യൂ ആണ്, അതായത് RMS വാല്യൂ ആണ്. ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് മാത്രം പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ്. ആൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് എന്ന് മാത്രം പറഞ്ഞാൽ അത് RMS വാല്യൂ ആണ്. ഓക്കെ, അതാണ് ഇഫക്റ്റീവ് വാല്യൂ. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഫിലമെന്റ് ലാമ്പ് ആയത് കാരണം റെസിസ്റ്റീവ് സർക്യൂട്ടാണ്. അവിടെ എന്താ, കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്. φ = 0 ആണ്. പവർ ഫാക്ടർ cos phi പറഞ്ഞാൽ 1 ആണ്. ഓക്കെ, സോ IRMS വിൽ ബി പവർ ഡിവൈഡ് ബൈ VRMS, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഓക്കെ, ദിസ് ഈസ് ദ RMS വാല്യൂ. നമ്മളോട് ചോദിക്കുന്ന പീക്ക് വാല്യൂ ആണ്. അപ്പോൾ Imax പീക്ക് വാല്യൂ പറഞ്ഞാൽ √2 × RMS. അപ്പോൾ √2 × 1/2, 1/√2. ഇവിടെ ഈ 1/√2 പറഞ്ഞു കഴിഞ്ഞാൽ അത് 0.707 ആണ്. 1/√2 0.707 ആണെന്ന് നിങ്ങൾ അറിയണം, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം അത്. ഓക്കെ, നെക്സ്റ്റ്, സി ദ പീക്ക് വോൾട്ടേജ് ഓഫ് AC സോഴ്സ് ഈസ് ഈക്വൽ ടു RMS വാല്യൂ അല്ല, √2 ടൈംസ് ദ RMS വാല്യൂ. അത് എന്താ കറക്റ്റാ, √2 ടൈംസ് ദി RMS വാല്യൂ ഓഫ് ദി AC സോഴ്സ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അതിൽ ദ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ആൾട്ടർനേറ്റിംഗ് കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇൻ എ സർക്യൂട്ട് ആർ ഗിവൺ 1/√2, പിന്നെന്താ sin 100πt ആംപിയർ ആൻഡ് വോൾട്ടേജ് ഈസ് 1/√2 sin 100πt + π/3. അപ്പോൾ വോൾട്ടേജ് ലീഡ് ചെയ്യാണ്. π/3 പറഞ്ഞാൽ 60 ഡിഗ്രി വോൾട്ടേജ് ലീഡ് ചെയ്യുക. വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള ഫേസ് ആംഗിൾ 60 ഡിഗ്രി ആണ്. അപ്പോൾ പവർ ഫാക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ cos phi cos 60. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് പി ആവറേജ് പറഞ്ഞാൽ VRMS IRMS cos phi പറഞ്ഞാൽ V0 I0/2 cos phi. ഓക്കെ, അതിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ, ഈ V0 I0/2 ഉണ്ടല്ലോ, ആ 1/2 ഞാൻ ആദ്യം എഴുതി. V0 പറഞ്ഞാൽ 1/√2, I0 പറഞ്ഞാൽ 1/√2, പിന്നെ cos phi പറഞ്ഞാൽ cos 60, അത് 1/2. ഓക്കെ, അപ്പോൾ ഇത് ചേർന്നിട്ട് ഇതെന്താവും, ഇതൊരു 1/2. അപ്പോൾ 1/2 × 1/2 × 1/2 പറഞ്ഞു കഴിഞ്ഞാൽ 1/8 വരും. ഓക്കെ, അതായത് 1/8. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, in an AC circuit an alternating voltage 200√2 sin 100t volt is connected to a capacitor of capacitance 1 microfarad. The RMS value of the current is. അതിൽ ഇതാണ് EMF. അതിൽ ഈ സാധനം ഉണ്ടല്ലോ, ഇത് 200√2 പറഞ്ഞു കഴിഞ്ഞാൽ അത് മാക്സിമം വാല്യൂ ആണ്. അപ്പോൾ നമുക്ക് RMS വാല്യൂ പറഞ്ഞാൽ എന്താ, VRMS = Vmax/√2 പറഞ്ഞാൽ 200, അതാണ് VRMS. ഇനി IRMS എന്ന് പറഞ്ഞാൽ VRMS ഡിവൈഡഡ് ബൈ കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആണ്. ഓക്കെ, ഇവിടെ കപ്പാസിറ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ 1/ωc ആണ്. 1/ωc. അതിൽ ഒമേഗ എത്രയാ, ഒമേഗ 100 ആണ്. കപ്പാസിറ്റൻസ് എത്രയാ, 1 microfarad എന്നാണ് പറഞ്ഞത്, അതായത് 10⁻⁻⁶. അപ്പോൾ 10⁴ ohm എന്ന് വരും, 10⁴ ohm. അപ്പോൾ IRMS പറഞ്ഞാൽ VRMS/XC, അതായത് 200 ഡിവൈഡ് ബൈ 10⁴ പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 20 mA വരും. ഓക്കെ, സോ ദിസ് വൺ 20 mA. In an AC circuit, the EMF E and the current I at any instant are given respectively by. അവിടെ നോക്കൂ, കറണ്ടിന് ഫേസ് ആംഗിൾ കുറവാ, അപ്പോൾ കറണ്ട് ലാഗ്സ് ദ വോൾട്ടേജ് ബൈ an angle phi. ഓക്കെ, അവിടെ അപ്പോൾ നമുക്ക് എന്താ പറയുക, E0 I0/2 cos phi വരും. E0 I0/2 cos phi പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വിൽ ബി ദ ആവറേജ് പവർ. ഓക്കെ,
ഇനി അടുത്തത് ഇൻ ആൻ എ സി സർക്യൂട്ട് വിത്ത് വോൾട്ടേജ് ക്യാപിറ്റൽ വി ആൻഡ് കറണ്ട് ഐ ദ പവർ ഡിസിപ്പേറ്റഡ് ഈസ്. ഓക്കെ, അതിൽ ആ വോൾട്ടേജും കറണ്ടും തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്താ, അതൊക്കെ RMS വാല്യൂസാണ്. അപ്പോൾ VRMS IRMS cos phi. ഓക്കെ, അതിൽ ഡിപ്പെൻഡൻ്റ് ഓൺ ദ ഫേസ് ബിറ്റ്വീൻ വി ആൻഡ് ഐ, അത് ശരിയല്ലേ? എ സി സർക്യൂട്ട് വോൾട്ടേജ് ആൻഡ് കറണ്ട് സോ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഫേസ് ഡിഫറൻസ്. ഓക്കെ, നെക്സ്റ്റ് ഇൻ ആൻ എ സി സർക്യൂട്ട് ദ RMS വാല്യൂ ഓഫ് കറണ്ട് IRMS ഈസ് റിലേറ്റഡ് ടു ദ പീക്ക് കറണ്ട് I0 ബൈ ദ റിലേഷൻ IRMS ഈക്വൽ ടു I0 ഡിവൈഡഡ് ബൈ √2 ആണ്. ഓക്കെ, അറിയാലോ. പിന്നെ ഇനി റീജിയൺ ഓഫ് യൂണിഫോം മാഗ്നറ്റിക് ഇൻഡക്ഷൻ B ഈക്വൽ ടു 10⁻⁻² ടെസ്ല, എ സർക്കുലർ കോയിൽ ഓഫ് 30 സെൻറ്റിമീറ്റർ ആൻഡ് റെസിസ്റ്റൻസ് 30 സെൻറ്റിമീറ്റർ റേഡിയസ് ആണ്. റെസിസ്റ്റൻസ് π² ohm is rotated about an axis which is perpendicular to the direction of capital B and which forms a diameter of the coil. If the coil rotates at 200 rpm, amplitude of the alternating induced current. നമുക്ക് V0 അതായത് പീക്ക് വോൾട്ടേജ് പറഞ്ഞാൽ NBA ഒമേഗ. അതിൽ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ്, B എന്ന് പറഞ്ഞാൽ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി, A പറഞ്ഞാൽ ഏരിയ, ഒമേഗ പറഞ്ഞു കഴിഞ്ഞാൽ ആംഗുലർ വെലോസിറ്റി. ഒറ്റ ടേണേ ഉള്ളൂ. അപ്പോൾ എന്നിന് പകരം ഞാൻ 1 കൊടുത്തു. ഓക്കെ, പിന്നെ മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി B 10⁻⁻² ടെസ്ല ഉണ്ട്, അത് റെഡി. പിന്നെ ഏരിയ പറഞ്ഞാൽ πr², റേഡിയസ് 30 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 0.3. ഓക്കെ, അപ്പോൾ π × 0.3². ഒമേഗ പറഞ്ഞാൽ 2π × ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസി പറഞ്ഞാൽ 200 റെവല്യൂഷൻ പെർ മിനിറ്റ് പറഞ്ഞാൽ 200/60. ഓക്കെ, അതാണ് ഫ്രീക്വൻസി വരിക. അതിൽ ഇവിടെ നോക്കൂ, ഈ 2π × π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2π² ഞാനിവിടെ എഴുതി. ഓക്കെ, 200/60 പറഞ്ഞാൽ 10/3 എന്ന് എഴുതാം. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കൂ, ഇത് എന്താ, ഇതും ഈ ഒരു 3യും കൂടെ നമുക്ക് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അത് ഒരു തീരുമാനമായി. ബാക്കി എന്താണെന്നറിയോ, ഈ 0.3യെ നമുക്ക് 3 × 10⁻⁻1, 10⁻⁻1ഉം 10⁻²യുടെ 10⁻3, പിന്നെ 3 × 2 എത്രയാ, 6π² 10⁻³ വരും. ഇതാണ് പീക്ക് വോൾട്ടേജ്. ഇനി റെസിസ്റ്റൻസ് പറഞ്ഞാൽ π² ആണ്. അപ്പോൾ കറണ്ട് കാണാൻ നമുക്ക് എന്താ വരിക, 6 × 10⁻³ വരും, ഓർ വി വിൽ ഗെറ്റ് 6 mA. ഓക്കെ, ഇതാണ് കറണ്ട് വരിക. റൈറ്റ്. നെക്സ്റ്റ്, നെറ്റ് ഇംപീഡൻസ് ഓഫ് ദ സർക്യൂട്ട് ഷോൺ ഇൻ ഫിഗർ വിൽ ബി. അതിൽ ഒമേഗ ഈക്വൽ ടു 2πf ആണ്, 100π. അതിൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ ωL 100π × 50/π ആണ്. ഓക്കെ, 50/π മില്ലി ഹെൻറിയാ. അപ്പോൾ 50/π × 10⁻³ അതിൽ π നമുക്ക് കട്ട് ചെയ്യാം. പിന്നെ എന്താ പറയുക, 5000 × 10⁻³ പറഞ്ഞാൽ 5 ohm വരും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് പറഞ്ഞാൽ 1/ωc ആണ്. ഒമേഗ 100π, C പറഞ്ഞാൽ 10⁻³ മൈക്രോ ഫാരഡ. അപ്പോൾ × 10⁻⁻6 വരും. ഓക്കെ, അപ്പോൾ അത് നമുക്ക് എന്താ പറയുക, ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ohm വരും. ഇനി ഇംപീഡൻസ് പറഞ്ഞാൽ Z ഈക്വൽ ടു √R² + XC - XL (²). ഓക്കെ, ഇത് XC - XL ആണെങ്കിൽ കുഴപ്പമില്ല, XL - XC ആണെങ്കിലും കുഴപ്പമില്ല, രണ്ടാണെങ്കിലും പ്രശ്നമില്ല. പിന്നെ ഒന്നാമത് സ്ക്വയർ ചെയ്യാണ്, അത് നമ്മൾ എന്താ പറയുക, പ്ലസ് ആണെങ്കിലും മൈനസ് ആണെങ്കിലും സ്ക്വയർ ചെയ്യുമ്പോൾ പ്ലസ് ആവും. ഓക്കെ, അപ്പോൾ 10² + 5² √ ഓർ ഇറ്റ് വിൽ ബി 5√5. അപ്പോൾ 5√5 ohm വരും. Okay, an AC source is connected to a capacitor C due to decrease in its operating frequency. XC equal to 1/2πfc വരും. Okay, അതിൽ ഡ്യൂ ടു ഡിക്രീസ് ഇൻ ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി കുറച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടും. ഓക്കെ, കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടും. മനസ്സിലായില്ലേ? കപ്പാസിറ്റീവ് റിയാക്ടൻസ് കൂടുമ്പോൾ കറണ്ട് എന്ത് ചെയ്യും, കറണ്ട് കുറയും. ഈ കപ്പാസിറ്ററിലൂടെയുള്ള കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കുറയും എന്നാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, ഇൻ സീരീസ് LCR സർക്യൂട്ട്, ഇൻഡക്ടൻസ് L is 10 mH, capacitance C is 1 microfarad and resistance capital R is 100 ohm. The frequency at which a resonance occurs, അതിൽ ω0 = 1/√LC. ഇവിടെ ഒരു കാര്യം എന്താണെന്നറിയോ, ഒമേഗയെ നമ്മൾ ഫ്രീക്വൻസി പറയും, ഫ്രീക്വൻസി എഫിനെയും ഫ്രീക്വൻസി പറയും. മനസ്സിലാവുണ്ടോ? ഒമേഗ ആക്ച്വലി ആംഗുലർ ഫ്രീക്വൻസിയാണ്, അല്ലെങ്കിൽ ആംഗുലർ വെലോസിറ്റിയാണ്. പക്ഷേ അതിനെ ഫ്രീക്വൻസി എന്ന് മാത്രം പറയാറുണ്ട്. ഇവിടെ ഇപ്പോൾ ഫ്രീക്വൻസി എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ഒമേഗ ആവാം അല്ലെങ്കിൽ എഫ് ആവാം. ഇത് അറിയുന്നത് റേഡിയൻസ് പെർ സെക്കൻഡിലാണെങ്കിൽ ഒമേഗ, ഹേർട്സിലാണെങ്കിൽ എഫ്.
അപ്പോൾ ഇവിടെ നോക്കൂ, രണ്ടിലും ഉണ്ട്, റേഡിയൻസ് പെർ സെക്കൻഡും ഉണ്ട്, ഹെർട്സും ഉണ്ട്. നോക്കാം. ഓക്കെ, അപ്പോൾ ω0 1/√LC ആണ്. അതിൽ 10 മില്ലി ഹെൻറി പറഞ്ഞാൽ 10 × 10⁻³ 1 മൈക്രോ ഫാരഡ് പറഞ്ഞാൽ 1 × 10⁻6 10⁻³ 10⁻6 10⁻9 ഇൻറ്റു 10 പറഞ്ഞാൽ 10⁻8. അത് റൂട്ടിന് പുറത്തെടുത്താൽ 10⁻4. അത് മേലെ പോകുമ്പോൾ 10⁻+4 10,000 ആയി. ഓക്കെ, അപ്പൊ 10,000 റേഡിയൻസ് പെർ സെക്കൻഡ് എന്നാ, അതില്ല അവിടെ. നോക്കൂ, 10,000 റേഡിയൻസ് പെർ സെക്കൻഡ് ഇല്ല. അപ്പോൾ നമുക്ക് എന്താ ഫ്രീക്വൻസി കാണാം, ω0 / 2π ആണ്. 10,000 / 2π. ഈ 2π എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് 2 × 6 അല്ലേ, ഐ മീൻ 2 × 3.14. അതായത് 2 × 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും. അതായത് 10 / 6. ഇപ്പോൾ 12/6 ആണെങ്കിൽ എത്ര വരും? ദാറ്റ് വിൽ ബി 2. അപ്പോൾ 2-നേക്കാൾ അല്പം കുറവാണ് വരിക, അത്രയും കിലോ ഹെർട്സ് എന്നാണ് വരിക. ഓക്കെ, അതിവിടെ ഒരെണ്ണേ ഉള്ളൂ, 1.59 കിലോ ഹെർട്സ് വരും. ഓക്കെ, 1.59 കിലോ ഹെർട്സ്. നെക്സ്റ്റ്, an inductor of inductance 2 മില്ലി ഹെൻറി connected to 220 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ. അങ്ങനെ 220 വോൾട്ട് എന്ന് മാത്രം പറഞ്ഞാൽ ഒന്നും നോക്കണ്ട, അത് RMS വാല്യൂ ഓഫ് ദി വോൾട്ടേജ് ആണ്. Okay, let the inductive reactance in the circuit is X1. If a 220 volt DC source replaces the AC source in the circuit, then the inductive reactance in the circuit is X2. X1 and X2 are respectively. Adile, see, if a 220 volt DC replaces AC source, appo inductive reactance 0 ആണ്. DC le inductance acts as a short circuit na. അത് നോക്കൂ, X2 inductive reactance in DC equal to 0 ആണ്, because F equal to 0 in DC. ഓക്കെ, മറ്റത് ω ആണ്. ω എത്ര? 100π. L എത്രയാ? 2 × 10⁻3. അപ്പോൾ 0.2π 0.628 വരും. 0.628 ഓം ആൻഡ് 0. ഓക്കെ, പ്രശ്നമില്ല. An inductor of inductance L, a capacitor of capacitance C and a resistor of resistance R are connected in series to an AC source of potential difference capital V volt as shown in figure. Potential difference across L, C and R is 40 volt, 10 volt, 40 volt respectively. The amplitude of current through LCR series circuit is 10√2 ampere. The impedance of the circuit is. അതിൽ ഇൻഡക്ടറിന് across 40 വോൾട്ട്, കപ്പാസിറ്ററിൽ 10, റെസിസ്റ്ററിൽ 40. ടോട്ടൽ വോൾട്ടേജ് കാണാം നമുക്ക്. ടോട്ടൽ വോൾട്ടേജ് V = VR² + VL - VC (2). അതിൽ 40² + 40 - 10 എത്രയാ? ദാറ്റ് ഈസ് 30². 40² + 30² പറഞ്ഞാൽ 50² ആണ്. റൂട്ട് എടുത്തു കഴിഞ്ഞാൽ 50 വോൾട്ട് വരും. കറണ്ട് I പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, സി ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് കറണ്ട് അവർ തന്നിരിക്കണേ, അതെത്രയാ? അത് എത്രയാ? I0 ദാറ്റ് ഈസ് 10√2. അപ്പം നമുക്ക് 10√2/√2 പറഞ്ഞാൽ 10 ആംപിയർ. അതാണ് ഇഫക്റ്റീവ് കറണ്ട് ഓർ RMS കറണ്ട്. RMS വോൾട്ടേജ് 50 വോൾട്ട്, RMS കറണ്ട് 10 ആംപിയർ. അപ്പോൾ നമുക്ക് ഇംപീഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വി വിൽ ഗെറ്റ് 5 ഓം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, അതിലിവിടെ നോക്കൂ, ഈ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് LCR ഈസ് 40 വോൾട്ട്, 10 വോൾട്ട്, 40 വോൾട്ട് എന്നാ. അതായത് അത് എന്ത് വാല്യൂ എന്ന് പറഞ്ഞിട്ടില്ല. എന്ത് വാല്യൂ ആണെന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ഇഫക്റ്റീവ് വാല്യൂ ആണ്, അത് RMS വാല്യൂ ആണ്. മറ്റത് അങ്ങനെയല്ല. ഇവിടെ നോക്കൂ, ആംപ്ലിറ്റ്യൂഡ് ഓഫ് ദ കറണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് കറണ്ടിൻ്റെ പീക്ക് വാല്യൂ ആണ്, പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണം. ഇനി അടുത്തത്, എ സീരീസ് LCR സർക്യൂട്ട് കണ്ടെയ്നിങ് 5 Henry inductor, 80 microfarad capacitor and 40 ohm resistor is connected to 230 volt variable frequency AC source. The angular frequencies of the source at which power transferred to the circuit is half the power at resonant angular frequency are likely to be. The frequencies of the applied voltage at which the power dissipated in the circuit becomes half of that at resonance are called half power frequencies. അതിൽ ഈ ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറഞ്ഞാൽ ω1 and ω2. അത് നമ്മൾ പറയുക എന്താണെന്നറിയോ, ω0 - Δω ആൻഡ് ω0 + Δω എന്നാ. നോക്കൂ, ഇതാണ് ω0 റെസൊണന്റ് ഫ്രീക്വൻസി. പിന്നെ ഇവിടെ നോക്കൂ, ω1 പറഞ്ഞു കഴിഞ്ഞാൽ ω0 - Δω. ഇവിടെ നോക്കൂ, ω1 = ω0 - Δω.
ഇനി ഒമേഗ 2 പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ദാറ്റ് ഈസ് ഒമേഗ 2 ഈക്വൽ ടു സി ഒമേഗ 0 പ്ലസ് ഡെൽറ്റ ഒമേഗ. ഓക്കെ, ആ ഒമേഗ 1 ആൻഡ് ഒമേഗ 2 ആർ കോൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. അതിൽ ഒമേഗ 0 പറഞ്ഞാൽ 1/√LC. അപ്പോൾ 1/5 × 80 × 10⁻⁻6. ഓക്കെ, അപ്പോൾ എത്രയാ? 400 വരും. 5 × 80 പറഞ്ഞാൽ അത് പുറത്തെടുക്കുന്ന സമയത്ത് എന്താ വരിക? 400√20 വരും. 10⁻⁻6 പുറത്തെടുത്ത് കഴിഞ്ഞാൽ എത്ര? 10⁻⁻3. മേലെ പോകുമ്പോൾ 10⁻+3, അതായത് 1000/20 വരും. അതായത് 50 radians/second വരും. പിന്നെ ഡെൽറ്റ ഒമേഗ പറഞ്ഞാൽ R/2 അല്ല. റെസിസ്റ്റൻസ് എത്രയാ? 40 ഓം ആണ്. എൽ എന്ന് പറഞ്ഞാൽ 5 ഹെൻറിയാ. അപ്പോൾ ഇത് എത്ര വരും? 4 radians/second വരും. ഓക്കെ, അപ്പോൾ 50 - 4 ആൻഡ് 50 + 4, അതായത് 46ഉം 54ഉം വരും. ഓക്കെ, 46 radians/second ആൻഡ് 54 radians/second. ഓക്കെ, an inductor 20 millihenry, a capacitor 50 microfarad and a resistor 40 ohm are connected in series across a source of EMF V equal to 10 sin 340t. The power loss in AC circuit is. അതിൽ നമുക്ക് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XL ഈക്വൽ ടു ഒമേഗ എൽ. അതിൽ ഒമേഗ എത്രയാണ്? 340 ആണ്. ഇൻഡക്റ്റൻസ് 20 മില്ലി ഹെൻറിയാണ്. അപ്പോൾ 20 × 10⁻⁻3, അത് 6.8 ഓം എന്ന് വരും. കപ്പാസിറ്റീവ് റിയാക്ടൻസ് 1/ωc. അതിൽ ഒമേഗ എന്ന് പറഞ്ഞാൽ 340. ഓക്കെ, സി പറഞ്ഞു കഴിഞ്ഞാൽ 50 മൈക്രോഫാരഡ് ആണ്. 50 × 10⁻⁻6. അത് നമുക്ക് എന്താ പറയാം? ഈ 50 നമുക്ക് 100/2 എന്ന് എഴുതാം. 2 മേലെ വരും. 100 × 10⁻⁻6 പറഞ്ഞാൽ 10⁻⁴. ആ 10⁻⁻4 മേലെ പോകുമ്പോൾ 10⁻+4 ആണ്. ഓക്കെ, 2 ഓൾറെഡി അവിടെ ഉണ്ട്. അപ്പോൾ 20,000 / 340 പറഞ്ഞാൽ 2000/34. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാമെന്നറിയോ? സി 200 / 3.4 എന്ന് വരും. അതിൽ 3.3 ആണെന്ന് വിചാരിച്ചോ. 3.3 ആണെങ്കിൽ അതിനെ നമുക്ക് 10/3 എന്ന് എഴുതാം. ഓക്കെ, അതിൽ ആ 10/3 /3 എന്ത് ചെയ്യും? /3 മേലെ പോകും. ഓക്കെ, ഇത് 3.3 ആണെങ്കിൽ അപ്പം നമുക്ക് കിട്ടും എന്താ? 60 എന്ന് കിട്ടും. പക്ഷേ ഡിനോമിനേറ്റർ 3.4 അപ്പോൾ 60 ഉണ്ടാവില്ല. 60യേക്കാൾ അല്പം കുറവായിരിക്കും. അതാണ് ഞാൻ 58.8 എന്ന് എഴുതിയത്. ഇനി XC - XL പറഞ്ഞാൽ 58.8 - 6.8 പറഞ്ഞാൽ 52 വരും. അപ്പോൾ 40² + 52², അതാണ് ഇമ്പീഡൻസിൻ്റെ സ്ക്വയർ, Z². അപ്പോൾ ഇത് 40² പറഞ്ഞാൽ 1600, 52² പറഞ്ഞു കഴിഞ്ഞാൽ 2704. അതിൽ ഈ 5ൽ സ്റ്റാർട്ട് ചെയ്യുന്ന 2 ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ സ്ക്വയർ കാണാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ഈ 2² എത്രയാണ്? 4. അത് പക്ഷേ നിങ്ങൾ ഒരു 2 ഡിജിറ്റ് നമ്പറായിട്ട് എഴുതണം, അതായത് 04 എന്ന് എഴുതണം എന്നർത്ഥം. പിന്നെ 5ൻ്റെ സ്ക്വയർ 25 + 2, അതായത് 27. അങ്ങനെ ഇനിയിപ്പോൾ 57 കാണണമെന്ന് വിചാരിക്കുക. അപ്പോൾ 57² ആണെങ്കിൽ ആദ്യം 7² എഴുതുക. അത് എത്രയാണ്? അത് 49. പിന്നെ 25ൻ്റെ കൂടെ 7 ആഡ് ചെയ്യുക. 25 എന്ന് പറഞ്ഞാൽ 5² 5² + 7 എത്രയാണ്? 32. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളത് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ 1600 + 2704 എന്ന് പറഞ്ഞാൽ 4304 വരും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ പവർ കാണാൻ വേണ്ടിയിട്ട് V0² R, അതിൽ V0 പീക്ക് വാല്യൂ എത്രയാണ്? 10. അപ്പോൾ 10² റെസിസ്റ്റൻസ് 40. പിന്നെ 2 Z² നമ്മളുടെ കയ്യിലുണ്ട് 4304. മേലെ 10² 100 × 40 പറഞ്ഞാൽ 4000/4304. 4000/4000 ആണെങ്കിൽ എന്താ? 1/2 ആണ് വരിക, അതായത് 0.5. പക്ഷേ ഡിനോമിനേറ്റർ 4000 അല്ല, 4300. അപ്പോൾ 0.5 ഉണ്ടാവില്ല. 0.5നേക്കാൾ അല്പം കുറവാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടുന്ന എത്രയാ? ഇത് കിട്ടും 0.46 വാട്ട്സ് എന്ന് കിട്ടും. ഓക്കെ, പിന്നെ അടുത്തത് റെസിസ്റ്റൻസ് R draws a power P when connected to an AC source. If an inductance is now placed in series with the resistance such that the impedance of the circuit becomes Z, the power drawn will be. അതിൽ നമുക്ക് ഒരു AC സർക്യൂട്ടിലെ പവറിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്, V0² R / 2Z². ഓക്കെ, ഇതാ നമ്മൾ തൊട്ട് മുമ്പേയുള്ള ക്വസ്റ്റ്യനിൽ ഇതാ V0² R / 2Z² നമ്മൾ ചെയ്തു. ഓക്കെ, അത് തന്നെയാണ് നമ്മളിതേ V0² R / 2Z². ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം റെസിസ്റ്റൻസ് മാത്രമാണ്, പിന്നീട് റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇമ്പീഡൻസ് ഉണ്ട്, ഇറ്റ്സ് പ്യുവർലി റെസിസ്റ്റീവ്. പിന്നെ ഒരു ഇമ്പീഡൻസ് ഉണ്ട്, അത് എന്താ? റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഉണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ 2 കേസസാണ്.
ഈ രണ്ട് കേസസിലും ഡിഫറൻസ് വരുന്നത് ഈ ഇമ്പിഡൻസിൽ മാത്രമാണ്. റെസിസ്റ്റൻസ് മാറുന്നില്ല, ആദ്യമുള്ളത് തന്നെയാണ് പിന്നെയും. പിന്നെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വോൾട്ടേജ് മാറുന്നില്ല, 2 മാറുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ Z² മാത്രമാണ് വ്യത്യാസം. അപ്പോൾ നമുക്ക് പവർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു Z² ആണ്. ഓക്കെ, അപ്പോൾ P2 പവർ ഇൻ സെക്കൻഡ് കേസ്, P1 പവർ ഇൻ ഫസ്റ്റ് കേസ്. ഓക്കെ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയത് കാരണം ഇംപീഡൻസ് ഇൻ ഫസ്റ്റ് കേസ്, ഇംപീഡൻസ് ഇൻ സെക്കൻഡ് കേസ് സ്ക്വയർ. ഈ ഫസ്റ്റ് കേസിലെ ഇംപീഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് മാത്രമാണ്. സെക്കൻഡ് കേസിലെ ഇംപീഡൻസ് ആണ് Z. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, P2 ഈക്വൽ ടു ഫസ്റ്റ് കേസിലെ പവർ P. ഓക്കെ, ഫസ്റ്റ് കേസിലെ ഇംപീഡൻസ് R, സെക്കൻഡ് കേസിലെ ഇംപീഡൻസ് Z. ഓക്കെ, അപ്പോൾ അവിടെ നമുക്ക് P2 ഈക്വൽ ടു P ഇൻറ്റു R ബൈ Z ഹോൾ സ്ക്വയർ വരും. അപ്പോൾ P ഇൻറ്റു R ബൈ Z ഹോൾ സ്ക്വയർ. ബ്യൂട്ടിഫുൾ. ഓക്കെ, ഇനി അടുത്തത് an AC voltage is applied to a resistance capital R and inductor capital L in series if R and the inductive reactance are both equal to 3 ohm. The phase difference between the applied voltage and the current in the circuit is pi by 4. എന്താ സംശയം? അതിനകത്ത് നമ്മൾ റെസിസ്റ്റൻസും ഇൻഡക്റ്റൻസും ഈക്വൽ ആണ് വിചാരിക്കുക. ആംഗിൾ ബിറ്റ്വീൻ വോൾട്ടേജ് ആൻഡ് കറണ്ട് ഈസ് ഗിവൺ ബൈ എന്താ ഫേസ് ഡിഫറൻസ് tan phi ഈക്വൽ ടു VL ബൈ VR ഓർ XL ബൈ R ദാറ്റ് ഈസ് ഈക്വൽ ടു 1. tan phi 1 ആണെങ്കിൽ എന്താ phi ഈക്വൽ ടു pi ബൈ 4 ആണ്. നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി ഞാനൊരു ഡയഗ്രാം ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ കറണ്ട് ഉണ്ട്, അതേ ഫേസിലാണ് നമുക്ക് എന്ത് പറയാം, ദിസ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ. ഓക്കെ, ദിസ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഒറ്റ കറണ്ടേ ഉള്ളൂ. ഈ കറണ്ടാണ് റെസിസ്റ്ററിലെ കറണ്ട്, അത് തന്നെയാണ് ഇൻഡക്ടറിലെയും കറണ്ട്. അപ്പോൾ നോക്കൂ, റെസിസ്റ്ററിലെ എന്താ വോൾട്ടേജും കറണ്ടും ഒരേ ഫേസിലാണ്. ഇൻഡക്ടറിലെ കറണ്ട് ഇതാണ്, വോൾട്ടേജ് ഇതാ. അപ്പോൾ ഇൻഡക്ടറിലെ കറണ്ട് 90 ഡിഗ്രി ലാഗ് ചെയ്യുന്നുണ്ട് വോൾട്ടേജിന്. എല്ലാം നേരെ നേരെ ഉള്ളതുപോലെ. പക്ഷെ അതൊന്നും അറിയണ്ട. നമുക്കിവിടെ എന്താ, ഇൻഡക്ടറും റെസിസ്റ്റൻസും മാത്രമാണെങ്കിൽ tan phi എന്ന് പറഞ്ഞാൽ XL ബൈ R ആണ്. അത് രണ്ടും ഈക്വൽ ആണ്. അപ്പോൾ ആൻസർ നമ്മൾക്ക് pi by 4 വരും. ഓക്കെ, അടുത്തത് കോയിൽ ഹാസ് റെസിസ്റ്റൻസ് 30 ohm and inductive reactance 20 ohm at 50 Hz. Okay, if an AC source of 200 volt 100 Hz is connected across the coil, the current in the coil will be, okay, at 50 Hz XL എത്രയാ 20 ohm. Okay, and R equal to 30. ഇനി എന്താണെന്നറിയോ, at 100 Hz ഈ റെസിസ്റ്റൻസ് മാറില്ല, പക്ഷേ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്താ, ഫ്രീക്വൻസി ഡബിൾ ആക്കി കഴിഞ്ഞാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഡബിൾ ആവും, അതായത് 40 ohm വരും. ഓക്കെ, ഇംപീഡൻസ് എന്ന് പറഞ്ഞാൽ √R² പ്ലസ് XL², അതായത് 50 ohm എന്ന് വരും. മനസ്സിലാവുണ്ടോ? ചോദ്യം എന്താ, അതിൽ ഇവിടെ എന്താണോ, ഇഫ് an AC സോഴ്സ് ഓഫ് 200 volt ഈ സപ്ലൈഡ്, അങ്ങനെയാണെങ്കിൽ കറണ്ട് ഇൻ ദ കോയിൽ എന്താവുന്നു, അതിൽ V ബൈ Z ആണ്. 200/50 പറഞ്ഞാൽ 4 ആംപിയർ വരും. ഓക്കെ, 4 ആംപിയർ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ കറക്റ്റാ. റൈറ്റ്. A coil of inductive reactance 31 ohm has a resistance of 8 ohm. It's placed in series with a capacitor of reactance 25 ohm. The combination is connected to an AC source of 110 volt. The power factor in the circuit is. Power factor പറഞ്ഞു കഴിഞ്ഞാൽ R by Z. അതിൽ Z പറഞ്ഞാൽ ഇംപീഡൻസ് ആണ്, √R² പ്ലസ് XL മൈനസ് XC ഹോൾ സ്ക്വയർ. അതിൽ R പറഞ്ഞാൽ 8 ആണ്, 8². XL പറഞ്ഞാൽ 31, XC പറഞ്ഞാൽ 25. 31 മൈനസ് 25 പറഞ്ഞാൽ 6 ആണ്. അപ്പോൾ 8² പ്ലസ് 6² പറഞ്ഞാൽ ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. എന്താ, നമ്മൾ 10 വരും √. ഓക്കെ, അപ്പോൾ cos 5 പറഞ്ഞാൽ R by Z, അതായത് 8/10 പറഞ്ഞു കഴിഞ്ഞാൽ 0.8 വരും. ഓക്കെ, 0.8. നെക്സ്റ്റ് നമുക്ക് എന്താ നോക്കാം. ഇവിടെ സി in a circuit L, C, R are connected in series with an alternating voltage source of frequency F. The current leads the voltage by 45 degree. The value of C is. Okay, അപ്പോൾ നമുക്ക് എന്ത് പറയാം, അതിൽ ഇവിടെ നോക്കൂ, കറണ്ട് ഉണ്ട്, കറണ്ട് ആയി, ഇതാ കറണ്ട് ആയി, ഈ ലോങ്ങർ ലൈൻ. ഓക്കെ, ഫേസർ. പിന്നെ വോൾട്ടേജ് അക്രോസ് ദി റെസിസ്റ്റർ VR. ഓക്കെ, ദാറ്റ് ഈസ് ഇൻ ഫേസ് വിത്ത് കറണ്ട്. വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ. ഓക്കെ, അതെന്താ VL. ദാറ്റ് എന്താ, ഇൻഡക്ടറിലെ വോൾട്ടേജ് കറണ്ടിന് ലീഡ് ചെയ്യും. പിന്നെ വോൾട്ടേജ് അക്രോസ് ദി കപ്പാസിറ്റർ. കപ്പാസിറ്ററിലെ വോൾട്ടേജ് കറണ്ടിനെ ലാഗ് ചെയ്യും, അല്ലെങ്കിൽ കറണ്ട് വോൾട്ടേജിനെ ലീഡ് ചെയ്യും. ഓക്കെ, 90 ഡിഗ്രി, അതൊക്കെ റെഡിയാ. ഇനി നമ്മൾ ആ VL-ഉം VC-യും ഓപ്പോസിറ്റ് ഫേസേഴ്സ് ആയത് കാരണം VL പ്ലസ് VC. ഓക്കെ, ആദ്യം ദേ VL പ്ലസ് VC ദേ ഇത്രയും വരും. റൈറ്റ്. ഇനി ആ VL പ്ലസ് VC ആയിട്ട് നമ്മൾ ദേ ഈ VR ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് എന്താ
റിസൾട്ടന്റ് വോൾട്ടേജ് ഇൻ ദ സർക്യൂട്ട്, ഇതാണ് എന്താ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് ഗിവൺ ആസ് π/4 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, അപ്പോൾ നമുക്ക് XC മൈനസ് XL, ഓക്കെ, XC മൈനസ് XL ഡിവൈഡഡ് ബൈ R, അതാണ് എന്താ പറയുക പിന്നെ tan phi. അതിൽ ഈ ആംഗിൾ π/4 ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡും ഈക്വൽ ആണെന്നാ. അതിൽ ഈ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ XC മൈനസ് XL, അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ R. ഓക്കെ, അപ്പോൾ XC മൈനസ് XL ഈക്വൽ ടു R, അത് രണ്ടും ഈക്വലാ. ഓക്കെ, അപ്പോൾ അവിടുന്ന് നമുക്ക് 1/2πfc, അതാണ് XC. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 2πfl പ്ലസ് R വരും. അവിടുന്ന് C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2πf ഇൻറ്റു 2πfl പ്ലസ് R. ഓക്കെ, 1/, റൈറ്റ്. ദാ ഇവിടെ എഴുതിയിട്ടുണ്ട് tan phi ഈക്വൽ ടു XC മൈനസ് XL ബൈ R, ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഓക്കെ, കാരണം phi എന്താ 45 ഡിഗ്രിയാ. അപ്പോൾ അത് XC മൈനസ് XL ഈക്വൽ ടു R, XCയുടെ വാല്യൂ എഴുതി, XLന്റെ വാല്യൂ എഴുതി. അപ്പോൾ 2πfl ദേ ഇങ്ങനെ വരും, റൈറ്റ്. 1/2πf പിന്നെന്താ 2πfl പ്ലസ് R, റൈറ്റ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. എ കോയിൽ ഓഫ് 40 Henry ഇൻഡക്ടൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് എ റെസിസ്റ്റൻസ് 8 ohm ആൻഡ് ദ കോമ്പിനേഷൻ ഈസ് ജോയിൻഡ് ടു ദ ടെർമിനൽസ് ഓഫ് എ 2V ബാറ്ററി. ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് ദ സർക്യൂട്ട്, സിമ്പിൾ. അതിൽ RC സർക്യൂട്ടിലെ ടൈം കോൺസ്റ്റന്റ് പറഞ്ഞ RC അല്ല, LR സർക്യൂട്ടാണ്. അപ്പോൾ L/R ആണ് ടൈം കോൺസ്റ്റന്റ്. അപ്പോൾ 40/8 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സെക്കൻഡ്സാണ്. RC സർക്യൂട്ടിലാണെങ്കിൽ RC ആണ് ടൈം കോൺസ്റ്റന്റ്, ഇവിടെ L/R ആണ് ടൈം കോൺസ്റ്റന്റ്. ഓക്കെ, പിന്നെ അപ്പോൾ ഇവിടെ എത്രയാ 5 സെക്കൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് വൺ, റൈറ്റ്. നെക്സ്റ്റ് നമുക്ക് വേർ ഒമേഗ ഈസ് ദ ആംഗുലർ ഫ്രീക്വൻസി, resonant frequency. A capacitor has capacitance C and reactance X. If the capacitance and frequency becomes double, okay, അപ്പോൾ X equal to 1/omega C. X dash എന്ന് പറഞ്ഞാൽ ഒമേഗ ഡബിൾ ആക്കി കപ്പാസിറ്റൻസും ഡബിൾ ആക്കി, അപ്പോൾ എന്താ X/4 വരും, X/4. ഓക്കെ, an inductance capital L having a resistance capital R is connected to an alternating source of angular frequency omega. The quality factor Q of the inductance is, അതിൽ Q പറഞ്ഞാൽ എന്താ ഒമേഗ L ഡിവൈഡ് ബൈ R ആണ്. ഓക്കെ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. ഓക്കെ, next, in an experiment 200 volt AC is applied at the ends of an LCR circuit. The circuit consists of an inductive reactance 50 ohm, capacitive reactance 50 ohm. അത് രണ്ടും ഈക്വലാ. അപ്പോൾ എന്താ പറയുക, റെസണൻറ്റ് ഫ്രീക്വൻസിയിലാണ് ഇരിക്കുന്നത്, റെസണൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓമിക് റെസിസ്റ്റൻസ് 10 ohm. ദ ഇംപീഡൻസ് XLും XCയും ഈക്വൽ ആണെങ്കിൽ റെസണൻസ് ആണ്, ഇംപീഡൻസ് ഈക്വൽ ടു റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് എത്രയാണെന്നാ പറഞ്ഞേ, റെസിസ്റ്റൻസ് 10 ohm ആണ്. അപ്പോൾ ഇംപീഡൻസും 10 ohm. ഇതൊക്കെയാണ് ചോദിക്കുക കേട്ടോ, ശ്രദ്ധിക്കണം നിങ്ങൾ. അതിനകത്ത് ഇനി അടുത്തത് നമുക്ക് an LCR series circuit is connected to a source of alternating current. At resonance, the applied voltage and the current through the circuit will have a phase difference of. റെസണൻസിൻ്റെ സമയത്ത് കറണ്ടും വോൾട്ടേജും ഒരേ ഫേസിലാണ്, അപ്പോൾ രണ്ടും തമ്മിലുള്ള ഫേസ് ഡിഫറൻസ് 0 ഡിഗ്രിയാണ്. പവർ ഫാക്ടർ 1 ആണ്. അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ എവിടെയുണ്ട്, റെസണൻസിൻ്റെ സമയത്തുണ്ട്. പിന്നെ അടുത്തത് 12 volt 60 watt bulb lamp is connected to the secondary of a step down transformer whose primary is connected to AC mains of 220 volt. Assuming the transfer to be ideal, പറഞ്ഞാൽ ഇൻപുട്ടിലെയും ഔട്ട്പുട്ടിലെയും പവർ ഈക്വലാ, നോ പവർ ലോസ്, അതാണ് ഐഡിയൽ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്താ, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി വൈൻഡിങ്? അതിൽ ഔട്ട്പുട്ടിൽ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് 60 watts ലാമ്പാ. അപ്പോൾ അതാണ് ഔട്ട്പുട്ട് പവർ, അതാണ് ഇൻപുട്ട് പവർ, ബിക്കോസ് ദ ട്രാൻസ്ഫോമർ ഈസ് ഐഡിയൽ. അപ്പോൾ V1 I1 ഈക്വൽ ടു പവർ ഇൻ ദ സെക്കൻഡറി P2. ഓക്കെ, ഇത് പവർ ഇൻ ദ പ്രൈമറി V1 I1, ഇത് പവർ ഇൻ ദ സെക്കൻഡറി, രണ്ടും ഈക്വലാ. അപ്പോൾ I1 ഈക്വൽ ടു P2/V1. P2 എന്താ 60 watts, V1 പറഞ്ഞാൽ 220. അപ്പോൾ 3/11 വരിക. അപ്പോൾ 3/10 ആണെങ്കിൽ 0.3, 3/11 ആണെങ്കിലോ 0.3 അല്പം കുറയും. 0.3 അല്പം കുറഞ്ഞിട്ടുള്ള പരിപാടി ഇതേ 0.27. ഓക്കെ, പിന്നെ 1/11 പറഞ്ഞു കഴിഞ്ഞാൽ 1/10 പറഞ്ഞാൽ 0.1, 1/11 പറഞ്ഞു കഴിഞ്ഞാൽ 0.09. 0.09. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് നോക്കാം. അതിൽ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ കണക്റ്റഡ് ടു ആൻ AC മെയിൻ സപ്ലൈ 220 volt is made to operate at 11 volt 44 watt lamp. Ignoring power loss. Power loss ഇല്ല, ഐഡിയൽ ട്രാൻസ്ഫോമറാ. ഓക്കെ, വാട്ട് ഈസ് ദ കറണ്ട് ഇൻ ദ പ്രൈമറി? നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം തന്നെ, വാല്യൂസ് മാറിയതേ ഉള്ളൂ. I1 ഈക്വൽ ടു ഇത് പവർ ഇൻ ദ സെക്കൻഡറി, ദിസ് ഈസ് ഈക്വൽ ടു പവർ ഇൻ ദ പ്രൈമറി, രണ്ടും ഈക്വലാ, ബിക്കോസ് ദ ട്രാൻസ്ഫോമർ ഈസ് ഐഡിയൽ. ഓക്കെ,
അപ്പോൾ ഇവിടെ നമുക്ക് എന്താ 44/220 പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ 0.2 ആംപിയർ. ഓക്കെ, ദിസ് വൺ. നെക്സ്റ്റ് നമുക്ക് നോക്കുകയാണെങ്കിൽ ദ പ്രൈമറി ഓഫ് എ ട്രാൻസ്ഫോമർ വെൻ കണക്റ്റഡ് ടു എ DC ബാറ്ററി. ഈ ട്രാൻസ്ഫോമർ DC-യിൽ വർക്ക് ചെയ്യില്ല കേട്ടോ. ട്രാൻസ്ഫോമർ വർക്ക്സ് ഓൺലി ഇൻ AC ആൻഡ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഈസ് മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ചോദ്യം എന്താ? ചോദ്യം നോക്കാം. ഡ്രോസ് എ കറണ്ട് ഓഫ് 1 milliampere ആയിക്കോട്ടെ. The number of turns of the primary and secondary windings are 50 and 100 respectively. The voltage in the secondary and the current drawn by the circuit in the secondary are respectively 0 and therefore no current. പിന്നെ അവിടെ എന്താണോ, see a magnetic flux will be produced in the primary but it will be constant with the time. അത് കാരണം induced EMF ഉണ്ടാവില്ല. സോ സെക്കൻഡറിയിൽ വോൾട്ടേജ് ഉണ്ടാവില്ല, കറണ്ടും ഉണ്ടാവില്ല. ഓക്കെ, എ ട്രാൻസിസ്റ്റർ ഓസിലേറ്റർ യൂസിങ് എ റെസണൻസ് സർക്യൂട്ട് വിത്ത് ആൻ ഇൻഡക്ടർ L ആൻഡ് എ കപ്പാസിറ്റർ ക്യാപിറ്റൽ C in series produce oscillations of frequency F. If L is doubled and C is changed to 4C, the frequency will be F equal to 1/2 pi root LC. F dash equal to 1/2 pi under root L-ന് പകരം 2L എന്നും പിന്നെ എന്താ സിക്ക് പകരം 4C എന്നും. കാരണം എന്താ, ഇൻഡക്റ്റൻസ് ഈസ് ഡബിൾഡ് ആൻഡ് കപ്പാസിറ്റൻസ് ഈ L ഈസ് ഡബിൾഡ് ആൻഡ് C ഈസ് ചേഞ്ച് ടു 4C എന്നാണ് കൊടുത്തു F ഡാഷ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്താ, F/2√2 എന്നാണ്. റൈറ്റ്. ഓക്കെ, അപ്പോൾ F/2√2 പ്രശ്നമില്ല. റൈറ്റ്, സെക്കൻഡ് ഓപ്ഷൻ. എഡി കറണ്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് വെൻ എ മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻ എ വേരിയിങ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് റെഡിയാണ്. ഓക്കെ, പിന്നെ എന്താ, മെറ്റൽ ഈസ് കെപ്റ്റ് ഇൻ സ്റ്റഡി മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. സർക്കുലർ കോയിൽ ഈസ് പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഇല്ല. ത്രൂ എ സർക്കുലർ കോയിൽ ഇല്ല. ഓക്കെ, നമ്മൾ ഈ ആൾട്ടർനേറ്റിംഗ് കറൻസിൽ ഇതുവരെ നീറ്റിന് ചോദിച്ച, അതിന് മുമ്പ് APMTക്ക് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ. ഇതിൽ നിന്ന് കൂടുതലായിട്ടൊന്നും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ റെസനൻസ് എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. റെസനൻസിൻ്റെ സമയത്ത് ഇൻഡക്ടറിലെയും കപ്പാസിറ്ററിലെയും വോൾട്ടേജ് ഈക്വൽ ആവും. അപ്പോൾ ഉള്ള വോൾട്ടേജ് ഫുള്ള് റെസിസ്റ്ററിന് അക്രോസ് ഡ്രോപ്പ് ചെയ്യും. ആ സമയത്ത് ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് ആൻഡ് വോൾട്ടേജ് ഇല്ല. പവർ ഫാക്ടർ 1 ആണ്, ഫേസ് ഡിഫറൻസ് 0 ആണ്. ഈ വക കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു.